എല്ലാവർക്കും ക്വിസ് ബഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് SCERT ബേസിക് സയൻസിൻ്റെ 18ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ദൂരത്തെക്കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ഫോക്കസ് ദൂരം? ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഇതിനെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാകും. ലെൻസിൻ്റെ പ്രതിപതന തലത്തിൻ്റെ കേന്ദ്രമായ പോളിനെ പി എന്ന ലെറ്റർ കൊണ്ടും മുഖ്യ ഫോക്കസിനെ എഫ് എന്ന അക്ഷരം കൊണ്ടും വക്രതാ കേന്ദ്രത്തെയാണ് സി എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പിയും എഫും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം. അതായത് പോളും മുഖ്യ ഫോക്കസും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഈ ഫോക്കസ് ദൂരം എന്നത് വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള അകലത്തിൻ്റെ പകുതിയല്ലേ? അതായത് വക്രത ആരത്തിൻ്റെ പകുതിയാണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എന്നത് ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ പകുതിയാണ്. ഇതിനെ നമുക്ക് F=R/2 എന്ന് സൂചിപ്പിക്കാം അല്ലേ? ഫോക്കസ് ദൂരം എന്നത് വക്രത ആരത്തിൻ്റെ പകുതിയാണ് എന്നത് F=R/2 എന്ന് സൂചിപ്പിക്കാം. R എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 × F അല്ലേ? R എങ്ങനെ കണക്കാക്കും? 2 × F. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു ബസ്സിൽ റിയർ വ്യൂ മിററായി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക. നമുക്കറിയാം R=2F ആണ്. അങ്ങനെയെങ്കിൽ 2 × 0.6 എത്ര കിട്ടി? 1.2 മീറ്റർ എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടേമാണ് ഫോക്കസ് തലം, അതായത് ഫോക്കൽ പ്ലെയിൻ. നമ്മൾ പഠിച്ചു, വളരെ അകലെ നിന്ന് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ ഒരു കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുകയും അത് പ്രതിപതിച്ച് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രകാശരശ്മികൾ സമാന്തരമായിട്ടല്ല വരുന്നതെങ്കിലോ? ഈ പിക്ചറിൽ നോക്ക്. ആ പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണോ വരുന്നത്? അല്ല. ഇങ്ങനെ വരുന്ന പ്രകാശരശ്മികൾ ഒരു കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുകയും അത് പ്രതിപതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുക്കൾ ചേർന്ന് ഒരു തലം രൂപപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ തലം മുഖ്യ അക്ഷത്തിന് ലംബമായിട്ടുള്ളതും മുഖ്യ ഫോക്കസിലൂടെയുമായിരിക്കും. ഈ തലമാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് തലം എന്ന് പറയുന്നത്. ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷവുമായി വിവിധ കോണുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം വിവിധ ബിന്ദുക്കളിലായി കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുക്കൾ ചേർന്നുണ്ടാകുന്ന തലം മുഖ്യ അക്ഷത്തിന് ലംബമായിട്ടുള്ളതും മുഖ്യ ഫോക്കസിലൂടെയുള്ളതുമായിരിക്കും. ഈ തലമാണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് തലം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വിവിധ സ്ഥാനങ്ങളിൽ വച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം, അതിൻ്റെ വലിപ്പം, പ്രത്യേകതകൾ എന്നിവയെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. മേശയുടെ മേൽ ഒരു നേർരേഖ വരയ്ക്കുക. ആ നേർരേഖയുടെ അറ്റത്തായിട്ട് ഫോക്കസ് ദൂരം നമുക്കറിയാവുന്ന ഒരു കോൺകേവ് ദർപ്പണം വയ്ക്കുക. ആ രേഖയിൽ മുഖ്യ ഫോക്കസ്, വക്രതാ കേന്ദ്രം എന്നിവ അടയാളപ്പെടുത്തുക. മുഖ്യ അക്ഷത്തിൽ വരത്തക്ക വിധം വക്രതാ കേന്ദ്രത്തിൽ നിന്നും കുറച്ചകലെയായി കത്തുന്ന ഒരു മെഴുകുതിരി വയ്ക്കുക. അതിനുശേഷം വ്യക്തമായ ഒരു പ്രതിബിംബം ലഭിക്കത്തക്ക രീതിയിൽ ദർപ്പണത്തിന് മുന്നിൽ ഒരു സ്ക്രീൻ ക്രമീകരിക്കുക. ദർപ്പണത്തിന് മുന്നിൽ ഏത് സ്ഥാനത്ത് സ്ക്രീൻ ക്രമീകരിക്കുമ്പോഴാണ് വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നത്? അതായത് വ്യക്തമായ പ്രതിബിംബം നമുക്ക് ലഭിച്ചപ്പോൾ സ്ക്രീനിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ഈ ഒരു പിക്ചറിൽ എഫിനും സിക്കും ഇടയിൽ വെച്ചപ്പോഴാണ് നമുക്ക് വ്യക്തമായ പ്രതിബിംബം ലഭിച്ചത്. ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? യഥാർത്ഥമായിരുന്നു, തല കീഴായതും ചെറുതുമായിരുന്നു. അതായത് ഇവിടെ സിക്കും അപ്പുറത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചപ്പോൾ നമുക്ക് കൃത്യമായ ഒരു പ്രതിബിംബം ലഭിച്ചത് എഫിനും സിക്കും ഇടയിലാണ്. ഇങ്ങനെ കിട്ടിയ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? യഥാർത്ഥവും, തലകീഴായതും, ചെറുതുമാണ്. ഈ ഒരു ആക്ടിവിറ്റിയിൽ മെഴുകുതിരിയുടെ സ്ഥാനം സിക്കും അപ്പുറത്തായിരുന്നു. എന്നാൽ ഈ മെഴുകുതിരിയുടെ സ്ഥാനം പലയിടങ്ങളിലായി മാറ്റിവെക്കുകയാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളും മാറിക്കൊണ്ടിരിക്കും. അവ കണ്ടുപിടിക്കുകയും അത് പട്ടികപ്പെടുത്തുകയും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വസ്തുവിൻ്റെ സ്ഥാനം, ഇപ്പം മെഴുകുതിരിയാണെങ്കിൽ ഈ മെഴുകുതിരിയുടെ സ്ഥാനം വളരെ അകലെയാണെങ്കിൽ
പ്രതിബിംബം രൂപപ്പെടുന്നത് എഫിലായിരിക്കും, അതായത് ഫോക്കസിലായിരിക്കും. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും, തലകീഴായതും ചെറുതുമാണ്. വസ്തുവിന്റെ സ്ഥാനം വളരെ അകലെയാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് മുഖ്യ ഫോക്കസിലായിരിക്കും. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥം, തലകീഴായതും ചെറുതുമായിരിക്കും. സിക്കും അപ്പുറത്താണെങ്കിലോ? നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ അല്ലേ? എഫിനും സിക്കും ഇടയിലായിരിക്കും. മുഖ്യ ഫോക്കസിനും വക്രതാ കേന്ദ്രത്തിനും ഇടയിലായിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നത്. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും. ഇനി വസ്തുവിന്റെ സ്ഥാനം അല്ലെങ്കിൽ മെഴുകുതിരി നമ്മൾ വക്രതാ കേന്ദ്രത്തിൽ വച്ചു. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് സിയിൽ തന്നെയായിരിക്കും, വക്രതാ കേന്ദ്രത്തിൽ തന്നെയായിരിക്കും. ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥം, തലകീഴായതും തുല്യ വലിപ്പമായിരിക്കും. സിക്കും എഫിനും ഇടയിലാണ് മെഴുകുതിരി വയ്ക്കുന്നതെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്ഥാനം സിക്ക് അപ്പുറത്തായിരിക്കും. ഇങ്ങനെ രൂപീകരിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും വലുതുമായിരിക്കും. സിക്കും എഫിനും ഇടയിൽ മെഴുകുതിരി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബം സിക്ക് അപ്പുറത്തായിരിക്കും. പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? യഥാർത്ഥം, തലകീഴായത്, വലുതുമായിരിക്കും. ഇനി ഈ മെഴുകുതിരി എടുത്ത് മുഖ്യ ഫോക്കസിലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് പ്രതിബിംബത്തെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഈ മെഴുകുതിരിയിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ പതിക്കുകയും അവിടെ നിന്ന് പ്രതിപദിക്കുന്ന രശ്മികൾ സമാന്തരമായി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രതിബിംബം അനന്തതയിലാണ് രൂപപ്പെടുന്നത്. നമുക്ക് അതിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. പ്രതിപതന രശ്മികൾ സമാന്തരമായതിനാൽ പ്രതിബിംബം അനന്തതയിലാണ് രൂപപ്പെടുന്നത്. ഇനി മെഴുകുതിരി എഫിനും പിക്കും ഇടയിൽ, അതായത് ഫോക്കസിനും പോളിനും ഇടയിലാണ് വയ്ക്കുന്നതെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണത്തിന് പുറകിലായിരിക്കും. ഇങ്ങനെയുണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും, വലുതുമായിരിക്കും. എഫിനും പിക്കും ഇടയിലാണ് നമ്മൾ മെഴുകുതിരി വയ്ക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ദർപ്പണത്തിന് പുറകിലായിരിക്കും. ഇങ്ങനെയുണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും വലുതുമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം, അവയുടെ സവിശേഷതകൾ എന്നിവ രേഖാചിത്രങ്ങളിലൂടെ, അതായത് റേ ഡയഗ്രംസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നത് പ്രധാനമായും ഗോളീയ ദർപ്പണങ്ങളുടെ പ്രതിപതന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് പ്രതിപതന നിയമം? ഒരു ഗോളീയ ദർപ്പണത്തിലെ പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിലെ പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ഇവിടെ എങ്ങനെയാണ് പതനകോൺ കണ്ടുപിടിക്കുന്നത്? ഈ ദർപ്പണത്തിലേക്ക് ഒരു ലംബം വരയ്ക്കണം. എങ്ങനെയാണ് ഒരു ലംബം വരയ്ക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ലംബമായിരിക്കും. ഒരു വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് വരയ്ക്കുന്ന ഏതൊരു രേഖയും ലംബമായിരിക്കും. ഇവിടെ നമ്മൾ ആ പതനരശ്മി OA എന്ന പതനരശ്മി വരുന്ന അടുത്തേക്ക് തന്നെ ഒരു ലംബം വരച്ചു, CA എന്ന ലംബം വരച്ചു. അതിനുശേഷം OA എന്ന പതനരശ്മിക്കും CA എന്ന ലംബത്തിനും ഇടയിലുള്ള കോണളവ് അടയാളപ്പെടുത്തുക. അതാണ് ഇവിടുത്തെ പതനകോൺ. ഇപ്പം നമ്മളൊരു പ്രൊട്രാക്ടർ എടുത്തിട്ട് പതനകോൺ ഒരു 60 ഡിഗ്രി കിട്ടിയെന്ന് വിചാരിക്കുക. അതിനുശേഷം അതേ 60 ഡിഗ്രി തന്നെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഒരു പ്രതിപതന രശ്മി വരയ്ക്കുക. ഇതുപോലെ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെയോ കോൺവെക്സ് ദർപ്പണത്തിൻ്റെയോ വിവിധ ബിന്ദുക്കളിൽ പതിക്കുന്ന രശ്മികളുടെ പ്രതിപതന പാത പ്രതിപതന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാം. താഴെ കൊടുത്തിരിക്കുന്ന രേഖാചിത്രങ്ങൾ ലംബം, പ്രതിപതന രശ്മി എന്നിവ വരച്ചു ചേർത്ത് പൂർത്തീകരിക്കുക. ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മി, പതനരശ്മി നമുക്കറിയാം അല്ലേ? അതിലേക്ക് ഒരു ലംബം വരച്ചു ചേർക്കുക. എങ്ങനെയാണ് ലംബം വരച്ചു ചേർക്കുന്നത്? വക്രതാ കേന്ദ്രത്തിൽ നിന്നും പതനരശ്മിയിലേക്ക് ഒരു ലംബം വരച്ചു ചേർത്തു. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന കോൺ അളന്ന് അടയാളപ്പെടുത്തുക. പതനകോൺ എത്രയെന്ന് നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഒരു പതനകോൺ 45 ഡിഗ്രി ആണെങ്കിൽ അതേ ആംഗിൾ തന്നെ പ്രൊട്രാക്ടറിൽ എടുക്കുക. അതിനുശേഷം പ്രതിപതന രശ്മി വരയ്ക്കുക. ഇവിടെ നമ്മൾ പ്രതിപതന രശ്മി വരയ്ക്കുമ്പോൾ അത് ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അടുത്തത് കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മി. ഇവിടെയും നമ്മൾ വക്രതാ കേന്ദ്രത്തിൽ നിന്നും ലംബം വരയ്ക്കുക. അതിനുശേഷം പതനരശ്മിയും ലംബവും തമ്മിലുള്ള പതനകോൺ അടയാളപ്പെടുത്തുക.
പതനകോൺ ഇപ്പം 30 ഡിഗ്രി ആണെങ്കിൽ അതേ 30 ഡിഗ്രി തന്നെ ഒരു പ്രൊട്രാക്ടറിൽ എടുത്തിട്ട് പ്രതിപതന കോൺ അടയാളപ്പെടുത്തി അതിലൂടെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിപതന രശ്മി ലഭിക്കും. ഈ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പ്രതിപതന രശ്മി ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഫോക്കസിലൂടെ വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്ന് അകന്നു പോവുകയും അത് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്നതായി തോന്നുകയും ചെയ്യും. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്ന് അകന്നു പോവുകയും അത് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുകയും ചെയ്യും. അടുത്തത് കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിലൂടെ പതിക്കുന്ന രശ്മി. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിലൂടെയാണ് പതനരശ്മി വരുന്നതെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ ലംബം വരച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് കോണളവ് അടയാളപ്പെടുത്തി വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടാണ് തിരിച്ചു പോകുന്നത്. അതായത് മുഖ്യ ഫോക്കസിലൂടെ കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയും ഇതുപോലെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തന്നെ തിരിച്ചു പോകുന്നു. കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിനെ ലക്ഷ്യമാക്കി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയും പ്രകാശ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് തിരിച്ചു പോകുന്നു. അടുത്തത് ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രത്തിലൂടെ പതിക്കുന്ന രശ്മി. ഇവിടെ നമ്മൾ വക്രതാ കേന്ദ്രത്തിൽ നിന്നും ദർപ്പണത്തിലേക്ക് ലംബം വരയ്ക്കുക. അങ്ങനെ ലംബം വരയ്ക്കുമ്പോൾ പതനരശ്മിയുടെ അതേ ലൈനിൽ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പതനകോണും പ്രതിപതന കോണും 0 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വക്രതാ കേന്ദ്രത്തിലൂടെ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം അതേ പാതയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. കോൺവെക്സ് ദർപ്പണത്തിലും നമ്മളൊരു ലംബം വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലംബവും പതനരശ്മിയുടെ അതേ ലൈനിൽ തന്നെയായിരിക്കും. അവിടെ നമ്മുടെ പതനകോൺ എന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ വക്രതാ കേന്ദ്രത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം അതേ പാതയിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. കോൺവെക്സ് ദർപ്പണത്തിലും വക്രതാ കേന്ദ്രത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം അതേ പാതയിലൂടെ തിരിച്ചു പോകുന്നു. അടുത്തത് കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന രശ്മി. ഇവിടെയും നമ്മൾ ലംബം വരച്ചിട്ട് അതിൻ്റെ പതനകോൺ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രതിപതന കോൺ അടയാളപ്പെടുത്തിയിട്ട് പ്രതിപതന രശ്മി വരയ്ക്കുക. ദർപ്പണത്തിൻ്റെ പോളിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി പതനകോണിന് തുല്യമായ അളവിൽ പ്രതിപതിച്ചു പോകും. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ വരയ്ക്കുന്ന ലംബം എന്നത് മുഖ്യ അക്ഷത്തിൽ തന്നെയായിരിക്കും. CP എന്നത് തന്നെയാണ് ഇവിടുത്തെ ലംബവും. ഇനി കോൺവെക്സ് ദർപ്പണത്തിൻ്റെ പോളിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന രശ്മിയും പതനകോണിന് തുല്യമായ കോണളവിൽ പ്രതിപതിച്ചു പോകുന്നു. ഗോളീയ ദർപ്പണങ്ങളിലെ പ്രകാശ പ്രതിപതനം നമ്മൾ രേഖാചിത്രങ്ങളിലൂടെ മനസ്സിലാക്കി അല്ലേ? അത് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്നും അകന്നു പോവുകയും അത് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്നതായി നമുക്ക് തോന്നുകയും ചെയ്യുന്നു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിൽ നിന്ന് അകന്നു പോവുകയും അത് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്നതായി തോന്നുകയും ചെയ്യും. കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിലും മുഖ്യ ഫോക്കസിലൂടെയാണ് പ്രകാശരശ്മി കടന്നു വരുന്നതെങ്കിൽ അത് പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിലും പ്രകാശരശ്മി പതിക്കുമ്പോൾ അത് പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു. വക്രതാ കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലേക്കാണ് പ്രകാശരശ്മി പതിക്കുന്നതെങ്കിൽ അത് കോൺകേവ് ദർപ്പണത്തിലാകട്ടെ കോൺവെക്സ് ദർപ്പണത്തിലാകട്ടെ അതേ പാതയിലൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. വക്രതാ കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മി പ്രതിപതനത്തിന് ശേഷം കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിലും അതേ പാതയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. ഇനി കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിൻ്റെയും പോളിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി പതനകോണിന് തുല്യമായ കോണളവിൽ പ്രതിപതിച്ചു പോകും. ദർപ്പണത്തിൻ്റെ പോളിലേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി
പതനകോണിന് തുല്യമായ കോണളവിൽ പ്രതിപതിച്ചു പോകും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഉടനെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട ഈ പാഠഭാഗം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാലും നിങ്ങൾ നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.